അടുത്ത 5 കൊല്ലം ആര് ഭരിക്കും? അങ്ങനെ ഏറ്റവും പുതിയ എക്സിറ്റ് പോൾ ഫലം വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫലത്തിലൂടെ തന്നെ നമുക്ക് റിസൾട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അടുത്ത കേരളം ആര് ഭരിക്കും എന്നത്. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. കാരണം IDFൻ്റെ എക്സിറ്റ് പോൾ ഇതുവരെയും തെറ്റാറില്ല. അപ്പം ഒരു 95% ഇത് വിശ്വസിക്കാൻ പറ്റുന്നൊരു എക്സിറ്റ് പോളാണ്. അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചു, അതുപോലെ ഹൈപ്പ് ചെയ്തു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. നിങ്ങൾ ഇപ്പം അടുത്ത 5 വർഷം ആര് ഭരിക്കണം? പിണറായി സർക്കാരിൻ്റെ ഒരു തുടർ ഭരണം വേണമോ? പിണറായി സർക്കാരിൻ്റെ തുടർ ഭരണം നല്ലതാണോ? അല്ലെങ്കിൽ അടുത്തത് UDFൻ്റെ കോൺഗ്രസിൻ്റെ ഒരു ഭരണം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ കാണുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആര് ഭരിക്കണം, ആര് ഭരിച്ചാലാണ് കേരളത്തിൽ വികസനം ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ നിങ്ങളെ ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അതുപോലെ എല്ലാവരും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. ഇതുപോലുള്ള പുതിയ എക്സിറ്റ് പോൾ അപ്ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോയിലൂടെ. അപ്പം ഓക്കെ, ഞാൻ എന്തായാലും കേരളത്തിലെ 140 സീറ്റുകളിൽ ഓരോ മണ്ഡലങ്ങൾ UDFും LDFും അതുപോലെ BJPയും എത്ര സീറ്റുകൾ നേടിയിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സിറ്റ് പോളാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പം ഈ എക്സിറ്റ് പോൾ എന്തായാലും തെറ്റാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ കണ്ടിട്ടുള്ളത് ഈ എക്സിറ്റ് പോളിൽ ഒരു 95% നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു എക്സിറ്റ് പോളാണ്. പിന്നെ കുരു പൊട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ചിലപ്പം ഈ വീഡിയോ കാണുന്ന ആളുകൾ ചിലപ്പം കുരു പൊട്ടി ചിലപ്പം പല കമൻറ്റുകളിടും. അതൊന്നും ഒരു പ്രശ്നമില്ല. എന്നാലും കിട്ടിയ ഒരു എക്സിറ്റ് പോൾ ഞാൻ ഷെയർ ചെയ്യുവാണ്. അപ്പം ജെനുവിൻ സോഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു എക്സിറ്റ് പോളാണ്. അപ്പം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആളുകൾക്ക് കുരു പൊട്ടുന്നത്. കുരു പൊട്ടിയിട്ടൊന്നും കാര്യമില്ല. ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് ഞാനുള്ള കാര്യം പറയാം, എനിക്ക് ആര് ഭരിച്ചാലും എനിക്കൊരു കുന്തവുമില്ല. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടുന്നുള്ള കാര്യങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആര് ഭരിച്ചാലും ചെയ്തു കൊടുക്കണം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, അതേ പറയാനുള്ളൂ. അല്ലാതെ സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനെ കൊണ്ട് 5 കൊല്ലം കസേരയിൽ കയറിയിരുന്ന് എളിഞ്ഞിട്ട് പുട്ടടിച്ച് തിന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ മാറി ചിന്തിക്കും. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പേരാമ്പ്രയിൽ നടന്നിട്ടുള്ള അട്ടിമറി തന്നെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സ്ട്രോങ് റൂം അടച്ചു വെച്ചിട്ടുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ ഇരിക്കേണ്ടുള്ള സ്ട്രോങ് റൂം ഒരു അപ്രൂവലും ഒരു അനുമതിയും ഇല്ലാതെ ഒരാളോടും പറയാതെ എന്തിന് തുറന്നു എന്നുള്ളൊരു ചോദ്യം. ഒരു ബുക്ക് എടുക്കാൻ വേണ്ടി മാത്രം സ്ട്രോങ് റൂം തുറക്കാൻ ആരാണ് ഇവർക്കൊക്കെ അധികാരം കൊടുത്തിട്ടുള്ളത്? അതെന്തായാലും അത് അട്ടിമറി തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അവിടെ നിന്ന പോലീസുകാരൻ ഉൾപ്പെടെ അതിന് കുറ്റക്കാരനാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അതിനെ പറ്റിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ, പേരാമ്പ്രയിൽ നടന്ന സംഭവത്തെ പറ്റിയിട്ട്. ഓക്കെ, ഇനി ഞാനിവിടെ എക്സിറ്റ് പോൾ വായിക്കാം. നമുക്കറിയാം, അപ്പം മൊത്തത്തിൽ 140 സീറ്റുകളാണുള്ളത്. 140 സീറ്റുകളിൽ കടുത്ത ഒരു ഈ പറഞ്ഞിട്ടുള്ള ഒരു മത്സരം നടന്നത് പാലക്കാടും അതുപോലെ പേരാമ്പ്രയുമാണ്. പേരാമ്പ്ര എന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ പറഞ്ഞിട്ടുള്ള ഫാത്തിമ തഹലിയെയും അതുപോലെ CPMൻ്റെ ഒക്കെ മത്സരാർത്ഥി ആയിട്ട് ഭയങ്കര മത്സരം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. പിന്നെ പാലക്കാടിലോട്ട് വരുവാണെങ്കിൽ പിഷാരടിയും അതുപോലെ ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ഒരു വൻ മത്സരം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. പിന്നെ അവസാന നിമിഷം കൊണ്ടിട്ട് ഈ പറഞ്ഞിട്ടുള്ള പാലക്കാട് ശോഭാ സുരേന്ദ്രൻ കൊണ്ട് കല ഉടച്ചത് നമ്മൾ കണ്ടതാണ്. പൈസ കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതല്ല നമ്മൾ കണ്ടതാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം നടന്നൊരു സ്ഥലവും കൂടിയാണ് പാലക്കാട്. അപ്പോൾ പാലക്കാടാണ് ഈ വട്ടം ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളത്. പിന്നെ അവിടെ എങ്ങനെ നോക്കിയാലും ഭൂരിപക്ഷം ഈ പറഞ്ഞിട്ടുള്ള പേരാമ്പ്രയും പാലക്കാടൊക്കെ UDFനാണ് ഭൂരിപക്ഷം. അതിനകത്ത് അത് ശരി തന്നെയാണ്, UDF കൊണ്ടുപോകും, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം എന്തായാലും 140 സീറ്റുകളിൽ ആദ്യം തന്നെ ആലപ്പുഴയിൽ നിന്ന് തുടങ്ങാം. ആലപ്പുഴയിൽ മൊത്തത്തിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 4 സീറ്റ് കരസ്ഥമാക്കി LDF അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് UDF അവിടെ 5 സീറ്റുമായിട്ട് അതുക്കും മേലെ കുതിച്ചു കയറിയത്. അപ്പം 9 സീറ്റുകളിൽ LDF 4 സീറ്റും അതുപോലെ UDF 5 സീറ്റുമാണ് അവിടെ നേടിയിട്ടുള്ളത്. അപ്പം BJPക്കോ മറ്റു പാർട്ടികൾക്കോ അവിടെ സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അടുത്തത് വരുവാണെങ്കിൽ കണ്ണൂർ 11 സീറ്റുകളാണുള്ളത്. ഈ വട്ടം കണ്ണൂർ നമ്മൾ കണ്ടതാണ്. കണ്ണൂരിൽ കെ സുധാകരനുമായിട്ടുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സമയമാണ് കണ്ണൂർ. അപ്പോൾ കണ്ണൂർ LDFന് കിട്ടിയിട്ടുള്ളത് 7 സീറ്റുകളാണ്. 7 സീറ്റുകളിൽ UDFന് 4 സീറ്റും മറ്റ് ആളുകൾക്ക് BJPക്കോ മറ്റ് ആളുകൾക്കോ അവിടെ സീറ്റുകളില്ല എന്നാണ്
കാണുന്നത്. അപ്പം കണ്ണൂർ 11 സീറ്റിൽ LDF 7 സീറ്റുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ UDF 4 സീറ്റുകൾ. പിന്നെ കണ്ണൂർ പിന്നെ CPM-ൻ്റെ ഒരു കോട്ട തന്നെയാണ് കണ്ണൂർ. അടുത്തത് കാസർഗോഡ് മൊത്തത്തിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകളാണ് LDF-ന് അവിടെ നേടാൻ സാധിച്ചിട്ടുള്ളത്. വൻ പരാജയം എന്ന് വേണമെങ്കിൽ പറയാൻ വരും. 2 സീറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. UDF-ന് അവിടെ 3 സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ BJP-ക്ക് അവിടെ സീറ്റേ ഇല്ല. അടുത്തത് പാലക്കാട് 12 സീറ്റുകളാണ് പാലക്കാട് ഉള്ളത്. 12 സീറ്റുകളിൽ LDF-ന് വെറും 4 സീറ്റുകൾ മാത്രമാണ് അവിടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. UDF-ൻ്റെ ഒരു കുതിച്ചുകയറ്റം തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. 7 സീറ്റുകളാണ് UDF പാലക്കാട് നേടിയിട്ടുള്ളത്. 1 സീറ്റ് BJP-ക്ക് അവിടെ നേടാൻ സാധിച്ചു എന്നും കാണുന്നുണ്ട്. പാലക്കാടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പാലക്കാട് ഷാഫി പറമ്പിൽ പാലക്കാട് UDF-ന് അനുകൂലമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. പിന്നെ ഈ വട്ടം കുറച്ച് മത്സരം കടുത്തെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അവസാന നിമിഷങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം കൊടുത്തൊരു മൈലേജിൻ്റെ പുറത്ത് ചിലപ്പം പിഷാരടിക്കൊരു 10-30,000 വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷമെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അവസാന നിമിഷത്തിൽ രാഹുൽ മാങ്കൂട്ടം കുറച്ച് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മൈലേജ്, അതിൻ്റെ ഒരു ടോർക്ക് പിഷാരടിക്ക് ഗുണം ചെയ്യുമെന്നാണ് തോന്നുന്നത്. 10-30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട് പിഷാരടി ജയിക്കാനാണ് പാലക്കാട് കൂടുതൽ സാധ്യത. പിന്നെ പാലക്കാട് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഷാഫി പറമ്പിൽ 3 വട്ടം നിന്ന് ജയിച്ച മണ്ഡലമാണ്. അപ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ളൊരു മണ്ഡലം തന്നെയാണ് പാലക്കാട്. അതുപോലെ രാഹുൽ മാങ്കൂട്ടം, അതിനുശേഷം വന്ന രാഹുൽ മാങ്കൂട്ടം റെക്കോർഡ് വിജയത്തോടു കൂടി റെക്കോർഡ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് പാലക്കാട് നിന്ന് ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ പാലക്കാട് എന്തായാലും UDF-ന് ഒരു വൻ ഭൂരിപക്ഷത്തോടു കൂടി UDF-ന് ജയിക്കാൻ സീറ്റുകൾ നേടാൻ അവിടെ സാധിക്കും. അടുത്തത് മലപ്പുറം 16 സീറ്റുകളാണുള്ളത്. 16 സീറ്റുകളിൽ 4 സീറ്റുകൾ അവിടെ LDF-നും അതുപോലെ 12 സീറ്റുകൾ UDF-നും. മലപ്പുറം UDF-ൻ്റെ ഒരു കുതിച്ചു കയറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 12 സീറ്റുകളുമായിട്ടാണ് UDF അവിടെ മുന്നിൽ നിൽക്കുന്നത്. വെറും 4 സീറ്റുകളും മാത്രമേ അവിടെ LDF-ന് നേടാൻ സാധിച്ചുള്ളൂ. BJP-ക്കോ മറ്റ് ടീംസിനോ അവിടെ സീറ്റുകളേ ഇല്ല. അടുത്തത് കോഴിക്കോട് 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ LDF അവിടെ നേടിയിരിക്കുന്നത് 7 സീറ്റുകളാണ്. അപ്പം അവിടെ കോഴിക്കോട് LDF-ൻ്റെ ഒരു LDF-ൻ്റെ ഒരു വമ്പിച്ച ഒരു മുന്നേറ്റം കാണുന്നുണ്ട്. 7 സീറ്റുകളുമായിട്ട് LDF അവിടെ മുന്നിൽ നിൽക്കുവാണ്. UDF-ലേക്ക് വരുമ്പോഴത്തേക്ക് UDF-ന് 6 സീറ്റുകൾ മാത്രമേ കോഴിക്കോട് നേടാൻ സാധിച്ചുള്ളൂ. BJP-ക്കോ മറ്റു ആളുകൾക്കോ അവിടെ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല. ഒരു സീറ്റ് പോലും കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ല. അടുത്തത് കോട്ടയമാണ്. കോട്ടയത്ത് മൊത്തത്തിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 2 സീറ്റ് മാത്രമേ LDF-ന് അവിടെ നേടാൻ സാധിച്ചിട്ടുള്ളൂ. അവിടെ വൻ ഒരു പരാജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോട്ടയത്ത് 2 സീറ്റുകൾ മാത്രമേ LDF-ന് നേടാൻ സാധിച്ചിട്ടുള്ളൂ. അതുപോലെ UDF-ന് അവിടെ 7 സീറ്റുകളുമായിട്ട് ഒരു നല്ലൊരു കുതിച്ചുകയറ്റം തന്നെ അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. BJP-ക്കും മറ്റ് ടീംസിനും അവിടെ സീറ്റുകളില്ല. അടുത്തത് കൊല്ലത്തോട്ടാണ് വരുന്നത്. കൊല്ലത്തോട്ട് വരുമ്പോഴത്തേക്ക് 11 സീറ്റുകളാണ് കൊല്ലത്തുള്ളത്. 11 സീറ്റുകളിൽ LDF-ന് 6 സീറ്റുകളാണ് കൊല്ലത്ത് നേടാൻ സാധിച്ചത്. LDF ആണ് ഇവിടെ മുന്നിൽ നിൽക്കുന്നത്. UDF-ന് വെറും 5 സീറ്റുകൾ മാത്രമേ കൊല്ലത്ത് നേടാൻ സാധിച്ചിട്ടുള്ളൂ. BJP-ക്കോ മറ്റ് പാർട്ടികൾക്കോ അവിടെ സീറ്റില്ല. കൊല്ലത്ത് 11 സീറ്റിൽ LDF 6 സീറ്റുമായിട്ട് മുന്നിൽ നിൽക്കുവാണ്. 5 സീറ്റുകളുമായിട്ട് UDF തൊട്ട് പുറകിലാണ്. അടുത്തത് വയനാട്. അപ്പം വയനാട് മൊത്തത്തിൽ 3 സീറ്റുകളാണുള്ളത്. വയനാട് നമുക്കറിയാം, വയനാട് അവിടെ UDF കോൺഗ്രസ്സിനാണ് അവിടെ ഭൂരിപക്ഷം കൂടുതൽ വയനാട്. അപ്പോൾ വയനാട് 3 സീറ്റുകളിൽ 3 സീറ്റും UDF-നാണ് ഇവിടെ നേടാൻ സാധിച്ചിട്ടുള്ളത്. മറ്റ് പാർട്ടികൾക്ക് അവിടെ സീറ്റേ കാണുന്നില്ല. LDF-നോ BJP-ക്കോ അവിടെ സീറ്റ് കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂർ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 5 സീറ്റ് LDF-നും UDF-ന് 7 സീറ്റും BJP-ക്ക് 1 സീറ്റുമാണ് അവിടെ നേടാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം തൃശ്ശൂർ UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. UDF-ൻ്റെ ഒരു കുതിച്ചു കയറ്റം തന്നെയാണ് തൃശ്ശൂർ കാണാൻ സാധിക്കുന്നത്. 7 സീറ്റുകളാണ് UDF അവിടെ നേടിയിട്ടുള്ളത്. LDF വെറും 5 സീറ്റുകളാണ് അവിടെ നേടിയിട്ടുള്ളത്. അടുത്തത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് 14 സീറ്റുകളാണ് അവിടെ ഉള്ളത്. 14 സീറ്റുകളിൽ LDF 5 സീറ്റും UDF 7 സീറ്റും
BJP അവിടെ 2 സീറ്റുമാണ് BJP നേടാൻ സാധിച്ചത്. ഇപ്പോൾ തിരുവനന്തപുരം പറയുവാണെങ്കിൽ നമുക്കറിയാം, തിരുവനന്തപുരം ഇപ്പം BJP അവിടെ സീറ്റ് പിടിച്ചുകൊണ്ട് വരുന്നൊരു സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. BJPക്ക് അവിടെ ഒരു കുതിച്ചുകയറ്റം തന്നെ ട്രിവാൻഡ്രത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ആര്യ രാജേന്ദ്രൻ്റെ ഒരു ഭരണത്തിന് ശേഷം BJP കോർപ്പറേഷൻ BJPക്ക് കൊടുത്തത് നമ്മൾ കണ്ടതാണ്. ആര്യ രാജേന്ദ്രൻ്റെ ഒരു വൃത്തികെട്ട ഭരണം കാരണമാണ് LDFന് അവിടെ കോർപ്പറേഷൻ വരെ നഷ്ടമായിട്ടുള്ളത്. എന്തായാലും ഇപ്പം BJPക്ക് 2 സീറ്റ് അവിടെ നേടാൻ സാധിച്ചു എന്നാണ് ഈ എക്സിറ്റ് പോളിനകത്ത് പറയുന്നത്. അടുത്തത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ LDFന് വെറും 1 സീറ്റ് മാത്രമേ പത്തനംതിട്ടയിൽ നേടാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി 4 സീറ്റുകളും UDFനാണ് പത്തനംതിട്ടയിൽ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം 5 സീറ്റുകളിൽ 1 സീറ്റ് LDFനും ബാക്കി 4 സീറ്റ് UDFനും മറ്റ് BJPക്കോ മറ്റ് ആളുകൾക്കോ അവിടെ സീറ്റില്ല. അടുത്തത് ഇടുക്കിയാണ്. ഇടുക്കിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇടുക്കിയിലും 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റിൽ ഇടുക്കിയിലും LDFന് വെറും 1 സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. എന്തൊരു പരാജയമാണല്ലേ 1 സീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. അവിടെ UDFന് അവിടെ 4 സീറ്റുകൾക്ക് കുതിച്ചുകയറ്റം സംഭവിച്ചിട്ടുണ്ട്. 4 സീറ്റുകളാണ്. അപ്പം പത്തനംതിട്ടയിലും ഇടുക്കിയിലും 5 സീറ്റുകളാണുള്ളത്. അവിടെ LDFന് പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഓരോ സീറ്റ് വെച്ചേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്തനംതിട്ടയിലുള്ള ആളുകളോ ഇടുക്കിയിലുള്ള ആളുകളോ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തുകൊണ്ടായിരിക്കും അവിടെ 1 സീറ്റ് LDFന് നേടാൻ സാധിച്ചിട്ടുള്ളത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ 4 സീറ്റുകൾ അവിടെ UDFന് നേടാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത് അവസാനം എറണാകുളമാണ്. എറണാകുളത്തേക്ക് വരുമ്പോഴത്തേക്ക് 14 സീറ്റുകളാണ് എറണാകുളത്ത് ഉള്ളത്. 14 സീറ്റുകളിൽ 3 സീറ്റുകൾ LDFനും അതുപോലെ 11 സീറ്റുകൾ UDFനും അവിടെ നേടാൻ സാധിച്ചിട്ടുണ്ട്. 14 സീറ്റുകളിൽ BJPക്കോ മറ്റ് ആളുകൾക്കോ അവിടെ സീറ്റില്ല. അപ്പം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ എക്സിറ്റ് പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊത്തത്തിൽ സീറ്റുകൾ 51 സീറ്റുകളാണ് LDFന് നേടാൻ സാധിച്ചത്. 83 സീറ്റുകൾ UDFന് നേടാൻ സാധിച്ചു. വെറും 4 സീറ്റുകൾ മാത്രമേ BJPക്ക് കേരളത്തിൽ നേടാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പം UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. UDF 83 സീറ്റുകളുമായിട്ട് മുന്നിലാണ് നിൽക്കുന്നത്. അപ്പം ഈ എക്സിറ്റ് പോളിൻ്റെ ഈ എക്സിറ്റ് പോൾ പറയുന്നത് അടുത്തത് UDF കേരളം ഭരിക്കും എന്നാണ് പറയുന്നത്. അപ്പം UDF ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് വരുമെന്നത് ഭയങ്കര ഒരു ചർച്ച തന്നെ ആയിരിക്കും. VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, അതോ KC വേണുഗോപാലാണോ, അതോ വേറെ ആരെങ്കിലും ആണോ? എന്തായാലും വലിയൊരു പൊട്ടിത്തെറി തന്നെ നടക്കും. എൻ്റെ അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ UDFൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ അർഹതപ്പെട്ട ഒരാൾ, ഇപ്പം നിലവിൽ അർഹതപ്പെട്ട ഒരാൾ ഈ പറഞ്ഞിട്ടുള്ള VD സതീശൻ തന്നെയാണ്. കാരണം പുള്ളി ഈ ഇലക്ഷനകത്തും കഴിഞ്ഞ ഒരു 5 വർഷത്തെ പുള്ളിയുടെ ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് പുള്ളിയുടെ ഒരു പ്രവർത്തനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ VD സതീശൻ തന്നെയാണ് അർഹതപ്പെട്ട ഒരാൾ. പുള്ളിയുടെ ഈ ഇലക്ഷൻ സമയത്തായാലും പുള്ളിയുടെ പ്രവർത്തനങ്ങൾക്കായാലും 60 മണ്ഡലങ്ങളിൽ ഓടി നടന്ന് പുള്ളി പ്രവർത്തിച്ചത് ഷാഫി പറമ്പലിൻ്റെ കൂടെയും. അപ്പോൾ അതൊക്കെ ഒരു കഴിവ് തന്നെയാണ്. അപ്പം അതൊക്കെ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. അപ്പം നമുക്ക് കഴിവുള്ള ആളുകളെയാണ് നമുക്ക് വേണ്ടുന്നത്. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞിട്ടുള്ള അവിടെ ചെന്ന് ഉറങ്ങിയിരിക്കുന്ന ടീംസുകളല്ല വേണ്ടത്. നാടിൻ്റെ വികസനത്തിനും നമ്മളെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആളുകളെ വേണ്ടിയിട്ടാണ്. VD സതീശൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് പുള്ളി ഒരുപാട് ഐഡിയാസൊക്കെ പുള്ളി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ഇപ്പം ഈ ടൂറിസ്റ്റ് മേഖലയിൽ തന്നെ ആണെങ്കിലും പുള്ളി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഓരോ ഐഡിയാസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് നമുക്ക് ആവശ്യം. നമ്മളെ നാടിന് വികസനം ഉണ്ടാവണം. അത് പ്രാവർത്തികമാക്കാതിരിക്കില്ല. കാരണം പറവൂരത്തെ സ്ഥിതിയൊന്നും പറയണ്ട. കുറേ വർഷമായിട്ട് പറവൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്, നേതാവായിട്ട് നിൽക്കുന്നത് VD സതീശൻ തന്നെയാണ്. പക്ഷേ പറവൂർ വല്ല വികസനം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ളൊരു വികസനമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറവൂരിലൊക്കെ അതിലൂടെ സഞ്ചരിച്ചിട്ടുള്ളതാണ്. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള വികസനമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതുപോലെ ആയിരിക്കില്ല
കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി പദവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഒരു മാറ്റം തന്നെ കൊണ്ടുവരാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാൾ വേണം. വി ഡി സതീശനെ കൊണ്ട് പറ്റത്തില്ലെന്നല്ല, പറ്റും, പുള്ളി ഒന്ന് വിചാരിച്ചാൽ പറ്റും, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. UDF ഭരണത്തിൽ വരുവാണെന്നെങ്കിൽ ആര് മുഖ്യമന്ത്രി ആവണം നിങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. സി